വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അതുല്യ. വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ, നേരത്തെ പറഞ്ഞപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ഹോം ബേക്കേഴ്സിന് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഹോം ബേക്കേഴ്സിനും പറ്റുന്ന ഒരു തെറ്റാണ്. അതായത് ഹോം ബേക്കേഴ്സിന് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കേക്ക്സ് ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും വാങ്ങുന്ന ഒരു സംഭവമാണ് വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. നമ്മൾ ക്രീം കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യില്ലേ വിപ്പിംഗ് ക്രീം. ആ വിപ്പിംഗ് ക്രീം എങ്ങനെ കേടാവാണ്ട് സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് 2-3 തവണ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ആ ഒരു പാക്കറ്റിൽ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ആ ഒരു പാക്കറ്റ് നമ്മൾ തുറക്കുമ്പോൾ അത് ഒരു തവണ തുറന്നു കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് 1 മാസം പോലും നിൽക്കാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ അത് കേടായി പോകുന്നുണ്ട്. അപ്പോൾ അത് കേടിലായി പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒഴിവാക്കാം, അതുപോലെ തന്നെ അതെങ്ങനെ കേടാവാണ്ട് കുറച്ച് കാലത്തിന് നമുക്ക് സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വൈകിക്കാണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ടും നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ഫിയോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഏതെങ്കിലും ആയിക്കോട്ടെ കേട്ടോ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ഒരു തവണ തുറന്നതാട്ടോ, ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രീം ആക്ച്വലി ഒരു തവണ ഏത് ക്രീമാണെങ്കിലും ഒരു തവണ തുറന്നു കഴിഞ്ഞാൽ യൂഷ്വലി അത് കറക്റ്റായിട്ട് അടച്ച് വെച്ച് പാക്കറ്റിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇങ്ങനെ കേടായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പം ഞാനിവിടെ ഒരു സാധാരണ നമ്മുടെ വീട്ടിലെല്ലാവരുടെയിലും ഉള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, ഇനി പ്ലാസ്റ്റിക് ആണെങ്കിലോ സ്റ്റീലാണെങ്കിലോ ഏത് പാത്രമാണെങ്കിലും എടുത്തോളൂ. എന്നിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് ആ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീം മുഴുവനായിട്ടും നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പിന്നെ വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ക്ലെൻ ഫിലിമാണ്. അപ്പോൾ ക്ലെൻ ഫിലിമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ക്ലെൻ ഫിലിമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തേ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലെൻ ഫിലിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലെൻ ഫിലിമോ അലുമിനിയം ഫോയിലോ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഒരു കാറ്റ് പോകാനുള്ള ഗ്യാപ്പും പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇതേപോലെ സൈഡ്സൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ അടപ്പ്, നമ്മുടെ എല്ലാ അടപ്പൊന്നും ഭയങ്കര എയർടൈറ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ ആ ഒരു ക്ലെൻ ഫിലിം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എയർ കടക്കാതിരിക്കുമ്പോൾ ഇത് കേടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാലത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്താൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഫ്രിഡ്ജിലോട്ട് ഇത് സ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും ട്രൈ നോക്കുക. ഈ വിപ്പിംഗ് ക്രീം കേടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സിനൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ, ബൈ.